ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ സണ്ടാൻ പോകുന്നില്ലേ? ഇപ്പോഴത്തെ ഒരു വെയിലും പിടിച്ചാണ് ഇങ്ങനത്തെ ചില പ്രതിഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാച്ച് കെട്ടിയെടുത്തൊരു കളറ്, വാച്ച് കെട്ടാത്തെടുത്തൊരു കളറ്, ഫുൾ സ്ലീവ് ആണെങ്കിൽ വലിയ സീനില്ല, പക്ഷേ ഹാഫ് സ്ലീവ് ആണെങ്കിൽ കൈക്കൊക്കെ 2 കളറാണ്. ഒന്നിൻ്റെ തൊട്ട് നിറം മാറുവാണ് ഓരോ ദിവസം കഴിയുന്നുള്ളൂ. കാരണം അതിൽ വെയിലാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫേസിൽ, നമ്മുടെ ഫുൾ ബോഡിയിൽ ടാൻ പോക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പാക്ക് പരിചയപ്പെട്ടാലോ? അപ്പോൾ എന്നെ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക് വന്നിട്ട്. ഭയങ്കര ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഒട്ടും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന ഒരു പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ ബോഡിയിലും എൻ്റെ ഫേസിലും കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ എടുത്ത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും നല്ലോണം ഒന്ന് ബ്ലെൻഡായി കിട്ടും. ചില സമയങ്ങളിൽ എനിക്കങ്ങനെ നല്ലോണം ബ്ലെൻഡായി കിട്ടത്തില്ല, അതുകൊണ്ടാണ് വാട്ടർ ആഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറേ ആഡ് ചെയ്യല്ലോ, കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. അല്ലാണ്ട് ഭയങ്കര തരിതരിപ്പുള്ള അരിപ്പൊടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ നല്ലോണം നമുക്ക് മിക്സിക്കകത്തിട്ട് പൾപ്പെടുത്തില്ല, ആ പൾപ്പും കൊണ്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പൊട്ടറ്റോ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടിയും അതിനനുസരിച്ച് പൊട്ടറ്റോ എടുത്താൽ മതി. ഞാൻ ഇത് ഫുള്ളി അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് ലൂസ് കൺസിസ്റ്റൻസി കിടക്കുന്ന രീതിയിൽ പൊട്ടറ്റോ നീര് ആഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കേണ്ട. ഏകദേശം ഈ ഒരു രീതിയിൽ അത്യാവശ്യം ഹാർഡായിട്ട് കിടക്കുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇതിന് ശേഷം നമ്മൾ വേറെ 2 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പാക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. അതിന് ശേഷം നമ്മൾ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. ഹണി എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഇതിൽ പറയുന്ന 3 ഐറ്റംസ് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം ചില സ്കിൻ ടൈപ്പുകാർക്ക് ഈ അടുത്ത പറയുന്ന ഐറ്റം ചിലപ്പോൾ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലെമണാണ്. ഈ ലെമൺ ഇപ്പോൾ ലെമൺ അലർജി ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അതല്ല അലർജി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ലെമൺ എടുത്തോ കേട്ടോ. ലെമൺ നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യാനും നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലോണം അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും, എന്നാലും നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പാക്ക് എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലെടുത്തേക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ ഫേസിലെ കരിവാളിപ്പം, നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോക്കി നമ്മുടെ സ്കിൻ നല്ലോണം ഗ്ലോ ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പൊട്ടറ്റോ എന്ന് പറഞ്ഞത് ബെസ്റ്റ് വൈറ്റനിങ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഫേസ് നല്ലോണം വൈറ്റനിങ് ആക്കി വെക്കാനും നമുക്കൊരു കൊറിയൻ സ്കിൻ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് പൊട്ടറ്റോ വന്നിട്ട്. അപ്പോൾ പൊട്ടറ്റോയും അരിപ്പൊടിയും ഹണിയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി എടുക്കുന്നില്ല, കാരണം ഞാൻ ഇതിൽ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി എന്തോ ഒന്ന് സംസാരിച്ചു, അതുകൊണ്ടാണ് എൻ്റെ ചുണ്ടിടയ്ക്ക് അങ്ങോട്ട് അനങ്ങിയിട്ട്. നിങ്ങൾ മാക്സിമം ഇതേ കണക്ക് പാക്ക് ഇടുന്ന സമയത്ത് മിണ്ടാണ്ട് തന്നെ ഇരിക്കാൻ നോക്കണം, കാരണം ഇങ്ങനത്തെ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഫൈൻ ലൈൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ അത് പോക്കാൻ വേണ്ടിയിട്ടായിരിക്കും പാക്ക് ഇടുന്നത്, പക്ഷേ അതും വെച്ചൊരു സംസാരിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. സോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിൽ വെച്ചേക്കണം. പാക്ക് ഇട്ടുകൊണ്ട് മാക്സിമം സംസാരിക്കാതിരിക്കാൻ നോക്കണം. നമ്മുടെ പാക്ക് റെഡിയാക്കാൻ നേരം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെമൺ അലർജി ഉള്ളവർ എടുക്കാൻ നിൽക്കേണ്ട. പക്ഷേ ഞാൻ ഇങ്ങനെ ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ എനിക്ക് കമൻറ്റിൽ വരാറുണ്ട്, ലെമൺ എടുക്കുക ചെയ്യില്ല, ലെമൺ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഞാൻ ഓരോ പാക്ക് റെഡിയാക്കി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തരുന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അത്രയ്ക്കും റിസൾട്ട് കിട്ടിയല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ പാക്കും പറഞ്ഞു തരുന്നത്. അതുകൂടാതെ നമ്മൾ ഗൂഗിളിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഫുൾ റിസർച്ചൊക്കെ ചെയ്ത് ഈ ഒരു ഐറ്റം നമ്മുടെ ഫേസിന് പ്രശ്നമില്ല എന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലെമണും കൂടെ ആഡ് ചെയ്യാൻ പറയുന്നത്. ഇനിയിപ്പം അയ്യോ ലെമൺ എടുത്ത പ്രശ്നമാവും അങ്ങനെ ഡൗട്ടുള്ളവരെങ്കിൽ എടുക്കാൻ നിൽക്കേണ്ട, ബാക്കി 3 ഐറ്റംസും കൂടെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരിക്കും ഭയങ്കര ഒരു ഡ്രൈ ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോഴേ റിമൂവ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കും. ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല ഒരു പാക്ക് വന്നിട്ട്, കാരണം അതിനകത്ത് നമ്മൾ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ പാച്ച്
അങ്ങനത്തെ ഫീലൊന്നും വരില്ല. കാരണം ഒരിക്കലും ഒരു പാക്ക് ഭയങ്കര ഡ്രൈ ആവാൻ നിൽക്കില്ല. അങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് അതൊട്ടും നല്ലതല്ല കേട്ടോ. അപ്പം അതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ കരിവാളിപ്പ് ഇൻസ്റ്റൻ്റായിട്ട് പോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇതേ കണക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈവച്ച് നനച്ച് ഇതുപോലെ മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ലോണം പോകാനും ഈ ഒരു പാക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ബോയ്സിന് മാത്രം ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഗേൾസിന് മാത്രം ട്രൈ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സൺടാൻ എവിടെയൊക്കെ അടിക്കുന്നു അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഗേൾസിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ബീട്രൂട്ട് നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കുക. അതല്ലെങ്കിൽ ഇത് മാത്രമായാലും നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതേ കണക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കിപ്പം അങ്ങനെ വേണമെങ്കിൽ നിർബന്ധം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ അല്ലാണ്ട് കഴുകി കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് തന്നെ നമ്മുടെ കയ്യിൽ റിമൂവ് ചെയ്യുമ്പോൾ നല്ലോണം നമ്മുടെ ടാൻ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് 1 ടൈം യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ടാൻ നല്ലോണം പോക്കും, കരിവാളിപ്പൊക്കെ നല്ലോണം പോക്കും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പാട് റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ട്രൈ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് എല്ലാ ദിവസവും ട്രൈ ചെയ്യേണ്ട, വീക്ക്ലി ഒരു 2 or 3 ടൈംസ് മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ലെമൺ പേടിയുള്ളവർ ലെമൺ എടുക്കാനും നിൽക്കേണ്ട, അല്ലാണ്ട് 3 ഐറ്റംസ് മാത്രം ചേർത്താലും മതി. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളി വാഷ് ചെയ്ത് വന്നിട്ട് നിങ്ങളതിൻ്റെ ഫൈനൽ റിസൾട്ടും എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഫേസിന് വെയിലടിച്ച് എത്ര കരിവാള് ചുരുക്കുമെങ്കിലും വെറും 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബോയ്സിനും ഗേൾസിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഒരിക്കൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. കാരണം അതേ കണക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഫേസ് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്, കൂടാതെ എൻ്റെ കൈയും നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഡിയേഴ്സ്, ടാറ്റാ.